പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിൽ എൻഡിഎയുടെ പ്രചരണ നായകൻ. കൊച്ചിയിലെ മഹാസമ്മേളനത്തോടെ അത് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. പ്രധാനമന്ത്രിയുടെ ഉറപ്പുയർത്തിയാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വികസനം എന്തെന്ന് കാണിച്ചു തരാമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. UDF-നെയും LDF-നെയും കടന്നാക്രമിക്കുന്നു വികസന വാഗ്ദാനങ്ങൾ. പക്ഷേ UDF-ന് ബദലായി വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല. ബി.ജെ.പിയുടെ ഗ്യാരണ്ടികൾ എന്തൊക്കെ പ്രശാന്ത്? അശ്വതി, തീർച്ചയായും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. അത് രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ആ ബ്രാൻഡിനെ തന്നെയാണ് കേരളത്തിൽ ബി.ജെ.പി. NDA മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യുക. അതായത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലാകെ തന്നെ കേരളത്തിലുണ്ടായ ഒരു തരംഗം നമ്മൾ കണ്ടതാണ്. ബി.ജെ.പിക്ക് അനുകൂലമായി കുറെയെങ്കിലും ജനത മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് തന്നെ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വ്യക്തിപരമായി വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ ഉന്നയിച്ചില്ല. ഒരു ഘട്ടത്തിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞത്. മറ്റൊരു ഘട്ടത്തിലും ആരുടെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞില്ല. പക്ഷേ രണ്ട് മുന്നണികളെയും കടന്നാക്രമിക്കണം. മാത്രമല്ല, എന്താണ് കേരളത്തിന്റെ ജനതയ്ക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വികസന രാഷ്ട്രീയമാണ്. മറ്റൊരു വിഷയവും നിലവിൽ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ബി.ജെ.പി. ഉന്നയിക്കുന്നില്ല. അതായത് അഴിമതിക്കെതിരായും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിനൊക്കെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകും. പക്ഷെ പ്രധാനമായും രാജ്യത്തിന്റെ നിലപാടിനൊപ്പം തന്നെ കേരളവും വികസിക്കണം. ആ നിലപാടിനൊപ്പം എത്തുകയും ചെയ്യണം. സ്വയം പര്യാപ്തതയിലേക്ക്, ആത്മനിർഭരിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. അതിനൊപ്പം നിൽക്കാൻ കേരളത്തിന് പലപ്പോഴും കഴിയുന്നില്ല. അത് കഴിയാത്തത് മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. രണ്ടുപേരും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ എത്തുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ഘടകകക്ഷികളുടെ എണ്ണം കുറെ കൂടി രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ NDAയുടെ ഭാഗമായിട്ടുണ്ട്. അവരെ കൂട്ടിയോജിപ്പിക്കുകയാണ്. അവർക്ക് കൊടുക്കുന്ന ഉറപ്പ്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് ബി.ജെ.പി. നൽകുന്ന ഉറപ്പ്, NDA നൽകുന്ന ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് തന്നെയാണ് ഘടകകക്ഷികൾക്ക് നൽകുന്നത്. ആ ഉറപ്പിന്മേൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങളാണ്, പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ വികസനമാണ്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം ലോകോത്തര നിലവാരത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന അഴിമതി മുക്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിലൂന്നിയായിരിക്കും ബി.ജെ.പി. പോകാൻ പോകുന്നത്. മാത്രമല്ല, വളരെ കൃത്യമായി കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ എതിർത്തുകൊണ്ടുള്ള നിലപാട്, വിമർശിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അശ്വതി.